ചരിത്രം രചിക്കുന്നത് നീതിയുടെ പാതയിൽ ഉറച്ചവരല്ല, മറിച്ച് കൃത്യമായ ഒരുക്കങ്ങൾ നടത്തി സാധ്യതകൾ കണക്കാക്കി അവസരം വരുമ്പോൾ പ്രഹരിക്കാൻ കാത്തുനിൽക്കുന്നവരാണ്. 1948 മെയ് 14 മിഡിൽ ഈസ്റ്റിൽ യുദ്ധഭീതിയുടെ നിഴൽ വീണ് നിൽക്കുമ്പോൾ വാഷിംഗ്ടണിൽ നിശബ്ദമായ ഒരു തീരുമാനത്തിന് രൂപം നൽകിയിരുന്നു. പ്രസിഡന്റ് ഹാരി ട്രൂമാൻ തൻ്റെ സ്വന്തം സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മുന്നറിയിപ്പുകൾ അവഗണിച്ച് ഒരു പേനയെടുത്തു. പുതിയ ഇസ്രായേൽ സർക്കാരിനെ അമേരിക്ക ഒരു ഡിഫാക്റ്റോ ഭരണകൂടമായി അംഗീകരിക്കുന്നു. ഇസ്രായേൽ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു കഴിഞ്ഞ് വെറും 11 മിനിറ്റിനുള്ളിൽ അതിനെ അംഗീകരിച്ച ആദ്യ രാഷ്ട്രമായി അമേരിക്ക മാറിയിരുന്നു. എങ്കിലും ഇസ്രായേലിൻ്റെ പിറവി 1948 അത് സഹതാപത്തിൽ നിന്നോ പ്രാർത്ഥനകളിൽ നിന്നോ ഉയർത്തെഴുന്നേറ്റതുമല്ല. അത് പിറന്നത് പതിറ്റാണ്ടുകളോളം കൃത്യമായി ആസൂത്രണം ചെയ്ത തന്ത്രപരമായ നീക്കങ്ങളിൽ നിന്നാണ്. സയോണിസം ഒരു ദർശനമോ സ്വപ്നമോ ആയിരുന്നില്ല. ഒരു ജൂതരാഷ്ട്രം നിർമ്മിക്കാനായി ദീർഘകാലം പ്രവർത്തിച്ചിരുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായിരുന്നു. സംഘടിതമായ, ആയുധസജ്ജമായ, സാമ്പത്തികമായ കരുത്തുറ്റത്. സാമ്രാജ്യങ്ങൾ തകരും, അതിർത്തികൾ പുനർനിർവചിക്കപ്പെടും, ചരിത്രം ഒരു നിമിഷം മടിക്കുമെന്ന ഉറച്ച വിശ്വാസത്തോടെ അവർ കാത്തുനിന്നു. അവസരം വന്നപ്പോൾ അവർ നീങ്ങി. അമേരിക്കയിൽ ജൂതരുടെ എണ്ണം കുറവായിരുന്നെങ്കിലും അവരുടെ സ്വാധീനം തീർച്ചയായും നിർണായകവുമായിരുന്നു. മാധ്യമങ്ങളിലെയും ധനകാര്യ മേഖലയിലെയും നിയമ ലോബിയിങ് രംഗങ്ങളിലെയും തലയിടങ്ങളിൽ അവർക്കറിയാമായിരുന്നു ശക്തി എവിടെയാണ് നിലനിൽക്കുന്നതെന്നും അതെങ്ങനെ ഉപയോഗിക്കാമെന്നും. അവർ കളി കളിച്ചത് ശത്രുക്കളെ കീഴടക്കാനായല്ല, അംഗീകാരം പിടിച്ചെടുക്കാനായിരുന്നു. ട്രൂമാൻ്റെ തീരുമാനം വികാരപൂർണമായിരുന്നില്ല. അതിനു പിന്നിൽ പ്രവർത്തിച്ചിരുന്നത് സംഘടിതവും നിശബ്ദവുമായ എന്നാൽ തുടർച്ചയായ സമ്മർദ്ദമാണ്. അദ്ദേഹം ഒപ്പുവെച്ച നിമിഷം ചരിത്രത്തിൽ പുതിയ അധ്യായം തുറന്നു. ഇസ്രായേൽ ഒരു പുതിയ രാജ്യമല്ലായിരുന്നു, അത് ആഗോള ശക്തികൾ തമ്മിലുള്ള വലിയ ചെസ് ബോർഡിലെ മുൻകൂട്ടി ആസൂത്രണം ചെയ്ത ഒരു നീക്കമായിരുന്നു. അമേരിക്കയിലെ 2 രാഷ്ട്രീയ പാർട്ടികളുമായി അമേരിക്കൻ ജൂതന്മാർ തന്ത്രപരമായ ബന്ധങ്ങൾ കെട്ടിപ്പടുത്തി. രാജ്യങ്ങൾ അത്ഭുതങ്ങളായി പിറക്കുന്നതല്ല, അവ കൃത്യമായ പദ്ധതികളിലൂടെ, കണക്ക് കൂട്ടിയ നീക്കങ്ങളിലൂടെ നിർമ്മിക്കപ്പെടുന്നു. അംഗീകാരം ഒരിക്കലും നൽകപ്പെടുന്നില്ല, അത് പിടിച്ചെടുക്കപ്പെടുന്നു.